ഓക്കെ, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, നമുക്കൊരു സിസ്റ്റം, അതെന്തും ആകാം, എന്ത് സിസ്റ്റം വേണമെങ്കിലും ആകാം. ആ സിസ്റ്റത്തിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വേവ് ഫംഗ്ഷൻ ഈ വേവ് ഫംഗ്ഷൻ സൈ എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യണമെന്നില്ല. ജനറലി സൈ എന്നാണ് വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്കലി ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫിനോമിന എന്തെങ്കിലും ആകട്ടെ, അതിനെ നമ്മൾ സൈ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സൈനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ആ സൈ നമുക്ക് പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ, ഈ സൈ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റം, ഈ സൈ എന്ന് പറയുന്നത് ഒരു ആറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. അതിനോട് നമുക്ക് പൊസിഷൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അത് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് മൊമെന്റം ആണ് ചോദിക്കേണ്ടെങ്കിൽ അതിനോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും. എനർജി ആണ് ചോദിക്കേണ്ടതെങ്കിൽ അതിനോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും. അതായത് ഒരു സിസ്റ്റത്തിനെ ക്വാണ്ടം മെക്കാനിക്കലി സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആ സിസ്റ്റത്തിനോട് നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് ചോദിക്കാം. ഇനി ആംഗുലർ മൊമെന്റം ആണ് ചോദിക്കേണ്ടതെങ്കിൽ നമുക്കത് ചോദിക്കാം, അത് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, psi ഈക്വൽ ടു 1/√π a0 ക്യൂബ് e⁻⁻r/a0. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഹൈഡ്രജൻ ആറ്റം ആണ്. ഇത് ഹൈഡ്രജൻ ആറ്റമാണ്. നമുക്കിപ്പോ എനർജി മെഷർ ചെയ്യണമെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ എനർജി മെഷർ ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് എനർജി തരും. മൊമെന്റ് ഓക്കെ ഓക്കെ മൊമെന്റം മെഷർ ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഈ വേവ് ഫംഗ്ഷനിലേക്ക് മൊമെന്റം കൊടുത്താൽ മതി, നമുക്ക് മൊമെന്റം പറഞ്ഞു തരും. ജനറലി ഇങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ. അപ്പൊ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തരുമ്പം ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഓർത്തോനോർമൽ കണ്ടീഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർത്തോനോർമൽ കണ്ടീഷൻ ആണ്. എവരി വേവ് ഫംഗ്ഷൻ must satisfy orthonormal condition. Orthonormal condition or orthonormal condition എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷൻ, ഒന്ന് ഓർത്തോഗണൽ കണ്ടീഷനും രണ്ട് നോർമൽ കണ്ടീഷനും. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഒരു വേവ് ഫംഗ്ഷൻ. ഈ ഓർത്തോഗണൽ കണ്ടീഷൻ എന്ന് വെച്ചാലേ ഇന്റഗ്രൽ ψ*1 ψ2 d tau ഈക്വൽ ടു 0. ഇതാണ് ഓർത്തോഗണൽ കണ്ടീഷൻ. അതായത് നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ട് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ രണ്ട് തരം വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് പറയും. നിങ്ങൾക്ക് കിട്ടേണ്ടത് 0 ആയിരിക്കണം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി കണ്ടെത്തുക എന്ന്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇന്റഗ്രൽ ψ1 ψ2 d tau ഈക്വൽ ടു 0. ഇതാണ് ഓർത്തോഗണൽ കണ്ടീഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, കാരണം ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് വേവ് ഫംഗ്ഷൻ എടുത്തിട്ടാണ്. നമ്മളിപ്പോ പറയാൻ പോകുന്ന പ്രോബ്ലംസിലെല്ലാം നമുക്ക് ഒരൊറ്റ വേവ് ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓർത്തോഗണൽ കണ്ടീഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല.
ഓർത്തോഗണൽ കണ്ടീഷൻ എന്താന്ന് മനസ്സിലായില്ലേ? രണ്ട് ഡിഫറെന്റ് വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 0 എന്ന് കിട്ടണം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ്. ഓക്കെ, അതാണ് ഓർത്തോഗണൽ കണ്ടീഷൻ. ഇനി നോർമൽ കണ്ടീഷൻ. ഇന്റഗ്രൽ, ഞാൻ ഓർത്തോഗണൽ കണ്ടീഷൻ ഒന്നുകൂടെ എഴുതാം. സൈ എൻ സ്റ്റാർ സൈ എം ഡി ടോ ഈക്വൽ ടു, ഇത് ഓർത്തോനോർമൽ കണ്ടീഷൻ ആണ്, ഡെൽറ്റ എൻ എം. ഡെൽറ്റ എൻ എം എന്ന് പറഞ്ഞാലേ എന്നും എമ്മും സെയിം ആണെങ്കിൽ, എൻ ഈക്വൽ ടു എം ആണെങ്കിൽ ഇത് 1 ആയിരിക്കും. എൻ നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. ഇതാണ് ഓർത്തോനോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തോനോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്കൊരു വേവ് ഫംഗ്ഷൻ തന്നാൽ ആദ്യം ഓർത്തോനോർമൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലെല്ലാം ഒരൊറ്റ വേവ് ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നോർമൽ കണ്ടീഷൻ ആണ്, ഓർ നോർമലൈസേഷൻ കണ്ടീഷൻ ഓർ നോർമലൈസേഷൻ കണ്ടീഷൻ. നോർമലൈസേഷൻ കണ്ടീഷൻ എന്താ പറയുന്നത്? ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡിടോ. ഡിടോ എന്ന് പറയുന്നത് ജനറലി ഞാൻ റെപ്രസെന്റ് ചെയ്തതാണ്. 1 ഡയമെൻഷൻ ആണെങ്കിൽ ഡി എക്സ് എന്ന് എഴുതാം, 2 ഡയമെൻഷൻ ആണെങ്കിൽ ഡി എ ഏരിയ എന്ന് എഴുതാം. ഡി എ എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആകാം, അല്ലെങ്കിൽ ഡി വൈ ഡി സെഡ് ആകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. വോളിയം ആണെങ്കിൽ ഡിടോ ആകാം. ഡിടോ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റം ആണെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ്. സ്പെരിക്കൽ പോളാർ സിസ്റ്റം ആണെങ്കിൽ ഡിടോ എന്ന് പറയുന്നത്, വോളിയം എലമെന്റ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. ഇതെന്താണെന്ന് അറിയാത്തവർ കാണാതെ പഠിക്കും കേട്ടോ. ഇത് സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലുള്ള വോളിയം എലമെന്റ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡിടോ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് ടോട്ടൽ ഇന്റഗ്രൽ. 1 ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് -∞ ടു +∞ എന്നൊക്കെ എഴുതാം. ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് സൈ സ്റ്റാർ സൈ ഡിടോ ഈക്വൽ ടു 1. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഇത് ചെക്ക് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് ചിലപ്പം അവർ വേവ് ഫംഗ്ഷൻ കറക്റ്റ് നോർമലൈസ്ഡ് ചെയ്തിട്ടായിരിക്കും തരിക, പക്ഷെ എന്നാലും നിങ്ങൾ ഇത് ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോർമലൈസേഷൻ കണ്ടീഷൻ മനസ്സിലായല്ലോ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇത് എഴുതണ്ട കേട്ടോ, ഞാൻ ഈ പറയുന്നത് എഴുതണ്ട. സൈ ഈക്വൽ ടു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതൊരു വേവ് ഫംഗ്ഷന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇത് ഞാൻ നോർമലൈസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. നോർമലൈസ് ചെയ്താൽ ഇവിടെ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കിട്ടും. നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, ഒരു വേവ് ഫംഗ്ഷനെ ഇ ഈക്വൽ ടു ഇ നോട്ട് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാറില്ലേ? അതിൽ ഇ നോട്ട് എന്താ? ആംപ്ലിറ്റ്യൂഡ്. ഇതാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡിനെ തന്നെയാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എനർജി കണ്ടെത്തണമെങ്കിൽ ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം സം അതർ ടേംസുമായിട്ട്. നമ്മൾ നോർമലൈസ് ചെയ്യാതെ വന്നാൽ ഇവിടെ എന്താ കിടക്കുക? 1 എന്ന് പറയുന്ന ടേമാ. ദെൻ നമ്മൾ എനർജി കണ്ടെത്തുമ്പം ഈ ഇ നോട്ട് എന്ന് പറയുന്ന ടേം അവിടെ ഉണ്ടാവില്ല. 1 ഇൻറ്റു സംതിങ് കിട്ടും. ഈ ആൻസർ നമുക്ക് കിട്ടും. അത് എനർജി തന്നെ ആയിരിക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു മിസ്സിങ് ഉണ്ടാവും, ആക്യുറേറ്റ് വാല്യൂ കിട്ടില്ല. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് നമ്മൾ മിസ് ചെയ്താൽ ആക്യുറേറ്റ് വാല്യൂ കിട്ടില്ല, അതാണ് എന്റെ പ്രശ്നം.
അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇനി നിങ്ങൾ നമ്മളുടെ വേവ് ഫംഗ്ഷനോട് എന്ത് ചോദിച്ചാലും, എക്സോ മൊമെന്റോ എനർജിയോ ആംഗുലർ മൊമെന്റോ എന്ത് ചോദിച്ചാലും ആ നോർമലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യാസം എല്ലാത്തിലും വരും. ഓക്കെ, അപ്പൊ നോർമലൈസ് ചെയ്യലാണ് ഒരു വേവ് ഫംഗ്ഷൻ തന്നാൽ ഫസ്റ്റ് നടപടി. ഇനി നമുക്ക് വേവ് ഫംഗ്ഷൻ എങ്ങനെ തരുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 3 രീതിയിൽ വേവ് ഫംഗ്ഷൻ തരും. വേവ് ഫംഗ്ഷൻ തന്നേക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ആയിരിക്കും വേവ് ഫംഗ്ഷൻ. അവർ തരുന്ന വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആയിരിക്കും. ഉദാഹരണത്തിന് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ഞാൻ തരുന്നത്. ഇന്റഗ്രൽ സൈ ഈക്വൽ ടു ഇന്റഗ്രൽ √2/L സൈൻ പൈ എക്സ് ബൈ എൽ. ഇത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ആണ്. ഇവിടുത്തെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഈ √2/L ആണ്. ഇത് നോർമലൈസ്ഡ് ആണ്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ആണ്. അപ്പൊ നമ്മൾ നോർമലൈസ് ചെയ്യുവാണ്. ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് ആണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റിന്റെ ഫസ്റ്റ് ടൈം. ഇത് പാർട്ടിക്കിൾ ഇൻ എ 1D ബോക്സ് ആണ്. അപ്പൊ നമുക്ക് -∞ ടു പ്ലസ്, ഓക്കെ ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ സൈ സ്റ്റാർ എഴുതുവാണ്. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. അതെങ്ങനെ കിട്ടും? നമ്മളുടെ വേവ് ഫംഗ്ഷനിൽ ഐ ഉണ്ടെങ്കിൽ അതിനെ -i ആക്കി എഴുതിയാൽ മതി കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കിട്ടാൻ. നമ്മളുടെ വേവ് ഫംഗ്ഷനിൽ ഐ എന്ന് പറയുന്ന ടേമേ ഇല്ല. അപ്പൊ അതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ഓക്കെ, അത് തന്നെയായിരിക്കും. അപ്പം ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഇപ്പൊ ഞാൻ എഴുതുവാണ്. √2/L സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു √2/L സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു, ഞാൻ ഡീറ്റോ എന്നല്ലേ ആദ്യം എഴുതിയത്, പക്ഷെ ഇവിടെ 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്, എക്സ് ആണ്. അപ്പൊ നമുക്കിവിടെ ഡി എക്സ് എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ ഓൾ സ്പേസ് ഞാൻ എഴുതി. എക്സിന്റെ വേരിയബിള് ചേഞ്ച് ചെയ്യുന്നത് -∞ ടു +∞ വരെ അല്ലേ. -∞ ടു +∞ ആണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ -∞ ടു +∞ കൊടുക്കണ്ട. കാരണം നമ്മളുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് -∞ ടു +∞ കൊടുത്തു എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. -∞ മുതൽ 0 വരെ വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കും. പിന്നെ എൽ മുതൽ ഇൻഫിനിറ്റി വരെ വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കും. അപ്പൊ ഇത്രയും പാർട്ടിൽ വേവ് ഫംഗ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ -∞ ടു +∞ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് എന്നാണ് കൊടുത്തത്. ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് നമ്മളുടെ വേരിയബിളിന്റെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മളുടെ വേരിയബിൾ എക്സ് ആണ്. എക്സ് ചേഞ്ച് ചെയ്യുന്നത് -∞ ടു +∞ വരെയാണ്. അപ്പൊ നമ്മളിവിടെ കൊടുക്കേണ്ടത് -∞ ടു +∞ ആണ്. പക്ഷെ നമ്മളുടെ ബോക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വെളിയിലേക്ക് വെറുതെ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ 0 to L എന്ന് കൊടുക്കുന്നത്. 0 to L dx. ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. √2/L ഇൻറ്റു √2/L 2/L ഇന്റഗ്രൽ 0 to L സൈൻ സ്ക്വയർ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഈ ഇന്റഗ്രേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി എഴുതുന്നതാണ്. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ അല്ലെങ്കിൽ ഇന്റഗ്രൽ കോസ് സ്ക്വയർ. നമ്മളുടെ അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കണ്ടീഷൻ എന്താണ്? നമ്മളുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എന്ന് പറയുന്നത് ഫുൾ ലിമിറ്റ് ആയിരിക്കണം, ഹാഫ് ലിമിറ്റ് ആയിരിക്കണം. ഫുൾ ലിമിറ്റ് അല്ലെങ്കിൽ ഹാഫ് ലിമിറ്റ്. ഇവിടെ നമ്മുടെ ബോക്സിന്റെ ലെങ്ത് 0 to L ആണ്. ആ ഫുൾ ലിമിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോ 2/L ഇൻറ്റു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ലെങ്ത് ഓഫ് ദ ലിമിറ്റ്. ലെങ്ത് ഓഫ് ദ ലിമിറ്റ് L. സോ ഇത് കട്ട് ചെയ്ത് പോവും, ഇത് കട്ട് ചെയ്ത് പോവും. ഫൈനലി ആൻസർ 1 കിട്ടും. ഇതിന്റെ അർത്ഥം എന്താ? നമുക്ക് തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തന്ന അത് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് 3 ടൈപ്പ് രീതിയിലായിരിക്കും വേവ് ഫംഗ്ഷൻ തരിക. ഒന്ന് അവർ തരിക കറക്റ്റ് നോർമലൈസ് ചെയ്തൊക്കെ തരും. പക്ഷെ കുറച്ചും കൂടെ വിവരമുള്ളവരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ നോർമലൈസ് ചെയ്യില്ല.
അവർ നോർമലൈസ് ചെയ്യാതെ തരും. സെയിം പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തരാം, സൈ ഈക്വൽ ടു എ ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ ഇങ്ങനെ തരാം. ദെൻ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു അൺനോൺ ആണ്. അൺനോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ 0 ടു എൽ സൈ സ്റ്റാർ സൈ ഡിടോയ്ക്ക് വരെ ഇവിടെ ഡി എക്സ് വരും, ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്ത് വരുമ്പം എ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ സംതിങ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് രണ്ട് ടേമിലും ഉണ്ടല്ലോ, സൈയിലും ഉണ്ട് സൈ സ്റ്റാറിലും ഉണ്ട് എ. അതിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി പുറത്തെടുത്തു, അങ്ങനെയാണ് ഇവിടെ എ സ്ക്വയർ വന്നത്. ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ ഇതിൽ നിന്ന് എ സ്ക്വയർ കണ്ടെത്താൻ ഓക്കെ ഞാൻ ചെയ്യാതെ. ഓക്കെ, ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു 1. സൈ സ്റ്റാർ എന്താ? സൈ സ്റ്റാർ സൈ തന്നെയല്ലേ, എ ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈ സ്റ്റാർ സൈ എ ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ ഈക്വൽ ടു 1. എയും കോൺസ്റ്റന്റ് ആണല്ലോ, അത് പുറത്തെടുക്കുക. എ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ സ്ക്വയർ പൈ എക്സ് ബൈ എൽ ഈക്വൽ ടു 1. ഇവിടെയും സൈൻ സ്ക്വയർ വന്നു. ഞാൻ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം, ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ലിമിറ്റ്. ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു 1. ഇതിൽ നിന്ന് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, ഇതിന് ഇപ്പുറം കൊണ്ടുപോയാൽ പോരെ. ദെൻ എ സ്ക്വയർ ഈക്വൽ ടു 2/L എന്ന് കിട്ടും, എ ഈക്വൽ ടു √2/L എന്ന് കിട്ടും. അങ്ങനെയാണ് എ എന്ന് പറയുന്ന നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാലേ അത് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. ഞാനൊരു ഒരു പുസ്തകത്തിൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. സൈ ഇത്രേ തന്നിട്ടുള്ളൂ, സൈൻ പൈ എക്സ് ബൈ എൽ. ഇവിടെ എ എന്നും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, ഇത്രേ തന്നിട്ടുള്ളൂ, സൈ ഈക്വൽ ടു സൈൻ പൈ എക്സ് ബൈ എൽ. അപ്പൊ നമ്മൾ ഇതിനെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഇത് നോർമലൈസ്ഡ് ആയിരിക്കില്ല, ഡെഫിനറ്റ്ലി ഇത് നോർമലൈസ്ഡ് ആയിരിക്കില്ല. പക്ഷേ അവരിവിടെ ഒരു കോൺസ്റ്റന്റ് ഒന്നും തന്നിട്ടുമില്ല. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഇവിടെ എ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, എ എന്നോ സി എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നോർമലൈസേഷൻ കോൺസ്റ്റന്റ് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കുക. ഈ 3 രീതിയിലായിരിക്കും വേവ് ഫംഗ്ഷൻ തരിക. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നത്. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസ്ഡ് ചെയ്യാതെ ആയിരിക്കും തരിക, അതും കൂടെ നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും അവർ തരിക. അപ്പം ഒരു വേവ് ഫംഗ്ഷൻ തന്നാൽ ആദ്യം നോർമലൈസ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെക്ടേഷൻ. അല്ല, 1-2 പ്രോബ്ലംസ് ചെയ്യാം. നോർമലൈസേഷൻ കോൺസ്റ്റന്റിന്റെ 1-2 പ്രോബ്ലംസ് ചെയ്യാം. ഫൈൻഡ് ദ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഞാൻ ലാസ്റ്റ് എഴുതുന്ന ഇന്റഗ്രേഷന്റെ വാല്യൂസ് ഒക്കെ ഓർക്കണേ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും അവസാനം എഴുതുന്ന ഇന്റഗ്രേഷൻ വാല്യൂസ്. ഫൈൻഡ് ദ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. Psi equal to A2 എന്ന് പറഞ്ഞാൽ ഒരു എ മതി കേട്ടോ, എ e raised to minus y square by 2 minus infinity less than y less than infinity. ഇത് വൈയുടെ ലിമിറ്റ്. ഇതാണ് വേവ് ഫംഗ്ഷൻ. ഇത് അവർ നോർമലൈസ് ചെയ്തിട്ടല്ല തന്നേക്കുന്നത്, കാരണം ഇവിടെ എ എന്നാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി നോർമലൈസ് ചെയ്യണം. ഈ എ എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്തണം. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ചെയ്തോ, തന്നെ ചെയ്യും.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് കഴിഞ്ഞവർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ psi ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടെത്തിയാൽ മതി. ഷഹനാദ് മൈക്കൊന്ന് ഓണാക്കിയേ. ഷഹനാദ് കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യണം. എങ്ങനെയാ ചെയ്യുക? ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ സൈ സ്റ്റാർ. ഇവിടെ വേരിയബിൾ ഏതാ? ഡി വൈ ഈക്വൽ ടു 1. ഓക്കെ, ഇവിടുത്തെ സൈ സ്റ്റാർ എന്താ? സൈ തന്നെ, കാരണം ഐയുടെ ടേംസ് ഒന്നും ഇല്ല. അപ്പം എ ഇ റേസ് ടു മൈനസ് ഐ സ്ക്വയർ ബൈ 2. ദെൻ ലിമിറ്റ് എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ എന്ത് കിട്ടും? എ സ്ക്വയർ പുറത്ത് വരും. ഇ റൈസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ ബൈ 2 ഡി വൈ ഈക്വൽ ടു 1. ഇതിനെ ഒരുമിച്ച് എഴുതിക്കൂടെ? ഇ റൈസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ ബൈ 2 പ്ലസ് മൈനസ് ഫൈവ് സ്ക്വയർ ബൈ 2. അപ്പൊ ഇ റൈസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ എന്ന് കിട്ടും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ഫൈവ് സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 1. ഇതിന്റെ വാല്യൂ എന്താ? ലാസ്റ്റ് ക്ലാസ് എഴുതി തന്നായിരുന്നു. റൂട്ട് പൈ ബൈ ഇവിടെ ഈ റൂട്ട് പൈ ബൈ 1 ആണ് ഇതിന്റെ ആൻസർ. ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഇന്റഗ്രേഷൻ എഴുതി തന്നതാണ്, ചെക്ക് ചെയ്താൽ മതി. ആ ഇന്റഗ്രേഷൻ ഒന്നുകൂടെ എഴുതാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് ഈക്വൽ ടു റൂട്ട് പൈ ബൈ എ ഇ റൈസ് ടു ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 4a. അതാണ് ആ ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ റൂട്ട് പൈ ബൈ എ. ഓക്കെ, മുകളിൽ എഴുതാം. എ സ്ക്വയർ ഇൻറ്റു റൂട്ട് പൈ ബൈ 1 ഈക്വൽ ടു 1. Then a equal to 1 by root pi, a square equal to 1 by root pi, a equal to 1 by pi whole power 1 by 4. ഇതാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണേ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അടുത്തത് എക്സ്പെക്ടേഷൻ വാല്യൂ. എക്സ്പെക്ടേഷൻ വാല്യൂ ഇത് എ ബ്രാക്കറ്റിന്റെ അകത്ത് ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. എക്സ്പെക്ടേഷൻ വാല്യൂ. എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്ന ആവറേജ് വാല്യൂ ആണ്. ക്ലാസിക്കലി നമ്മൾ ആവറേജ് എടുക്കുക എന്ന് പറയുന്ന പോലെയാണ് എക്സ്പെക്ടേഷൻ വാല്യൂ. ആവറേജ് എടുക്കും, ആവറേജ് വാല്യൂ. നമുക്കൊരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ആ വേവ് ഫംഗ്ഷൻ ആ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. ആ സിസ്റ്റത്തിൽ നമുക്ക് find the average of position
ഫൈൻഡ് ദ ആവറേജ് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എക്സ് ആണ്. നമുക്കൊരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ആ വേവ് ഫംഗ്ഷൻ ഉള്ള സിസ്റ്റത്തിന്റെ ആ സിസ്റ്റത്തില് പൊസിഷന്റെ ആവറേജ് നമ്മളോട് ചോദിച്ചാൽ അതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്തിയാൽ മതി. അതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ഇന്റഗ്രൽ ഓവർ ദ ലിമിറ്റ്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ലിമിറ്റ് ആണ്. സിസ്റ്റം ലിമിറ്റ്. ഇന്റഗ്രൽ ഓവർ സിസ്റ്റം ലിമിറ്റ്. സിസ്റ്റം ലിമിറ്റ് നമ്മളിപ്പോ കണ്ടതല്ലേ. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ സിസ്റ്റം ലിമിറ്റ് 0 to L ആണ്. അതേപോലെ നമുക്ക് നമ്മുടെ സിസ്റ്റം വേവ് ഫംഗ്ഷൻ തരുന്നതിന്റെ കൂടെ അതിന്റെ ലിമിറ്റും തരും. അതിനെ കുറിച്ച് ഓർക്കണ്ട. അപ്പൊ ഇന്റഗ്രൽ ഓവർ സിസ്റ്റം ലിമിറ്റ് സൈ സ്റ്റാർ എക്സ് സൈ ഡിറ്റോ ഈക്വൽ ടു ഇല്ല, ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ. സൈ സ്റ്റാർ എക്സ് സൈ. എനിക്ക് എക്സ്പെക്ടേഷൻ മൊമെന്റം ആണ്, നമ്മളുടെ സിസ്റ്റത്തിലെ മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടെത്തുന്നതെങ്കിൽ എക്സ്പെക്ടേഷൻ മൊമെന്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ സൈ സ്റ്റാർ പി സൈ ഡിറ്റോ. ഇനി അതല്ല വേറൊരു സാധനമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ആ എക്സ്പെക്ടേഷൻ ഈക്വൽ ടു ഇന്റഗ്രൽ സൈ സ്റ്റാർ ദ വാല്യൂ സൈ ഡിറ്റോ. അതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടെത്താനുള്ളത്. ഇനി ഒരു പ്രശ്നമുണ്ട്. അല്ല, പ്രശ്നമല്ല. ഈ എക്സ് എന്ന് പറയാം. ഓക്കെ, അതിനു മുമ്പ് ഇൻ ജനറൽ എക്സ്പെക്ടേഷൻ എ ഈക്വൽ ടു ഇന്റഗ്രൽ സൈ സ്റ്റാർ എ സൈ ഡിറ്റോ. ഇതാണ് ജനറൽ എക്സ്പെക്ടേഷൻ വാല്യൂ. ഡിറ്റോ എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മളുടെ സിസ്റ്റം പോലെ ഇരിക്കും ഡിറ്റോ വേരിയബിള്. 1D ബോക്സ് ആണെങ്കിൽ നമ്മളുടെ ഡിറ്റോയ്ക്ക് പകരം ഡി എക്സ് ആ വരിക. ഇനി ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റം ആണെങ്കിൽ ഡിറ്റോ എന്ന് പറയുന്നത് വോളിയം എലമെന്റ് ആയിരിക്കും. ഡി എക്സ് ഡി വൈ ഡി സെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, ഇനി ഒരു പ്രശ്നം പറയാം. എക്സ്പെക്ടേഷൻ എക്സ് ഒന്നുകൂടെ എഴുതുകയാണ്. എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈ സ്റ്റാർ എക്സ് സൈ ഡിറ്റോ. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. അത് ഈ സൈനെ ഒന്നും ചെയ്യില്ല. എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈനെ ഒന്നും ചെയ്യില്ല. നമുക്ക് ആ എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഇതിന്റെ പുറത്തെടുക്കാം. എന്നിട്ട് ഇന്റഗ്രൽ എക്സ് സൈ സ്റ്റാർ സൈ ഡിറ്റോ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ചിലപ്പം ചില ഗുണങ്ങൾ ഉണ്ടാവും. ചിലപ്പം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗുണങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഗുണം ഉണ്ടാവില്ല ഇങ്ങനെ എഴുതിയത് കൊണ്ട്. ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് സൈ സ്റ്റാറിന്റെ ഇപ്പുറം എടുക്കാം. സൈ സ്റ്റാർ സൈ ഡിറ്റോ ഇങ്ങനെ മാറ്റി എഴുതാം. കാരണം എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈനെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഈ മൊമെന്റം ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഈ മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ ഫോം എന്ന് പറയുന്നത് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണ്. 1 ഡയമെൻഷണൽ കേസ് ആണ് ഇത്. 1D കേസ്. 1D കേസാണിത്. മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ്. അതേപോലെ എനർജിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആണ്. നിങ്ങളോട് മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഇന്റഗ്രൽ സൈ സ്റ്റാർ മൊമെന്റം സൈ ഡിറ്റോ. ഈ പി എന്ന് പറയുന്ന മൊമെന്റം ഓപ്പറേറ്റർ സൈനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ പീനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അത് തെറ്റാണ്. ഇങ്ങനെ എഴുതിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകും എന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കയറി വരും ഇങ്ങനെ എഴുതിയാല്. ഈ എക്സിനെ പുറത്തെടുത്ത് എഴുതിയാല് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കയറി വരില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് നോക്കി ഒരു മിനിറ്റ്.
ഓക്കെ, അടുത്തതിലേക്ക് പോകാലോ. എക്സ്പെക്ടേഷൻ ഒരു എക്സാമ്പിൾ ചെയ്യാം. അല്ല വേണ്ട, എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. ഇനി പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ആണ്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫ്രം ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ കിട്ടും. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഫ്രം 0 ടു എൽ എന്നാണ് ചോദ്യമെങ്കിൽ ഇന്റഗ്രൽ 0 ടു എൽ സൈ സ്റ്റാർ സൈ ഡീറ്റോ ആണ് പ്രോബബിലിറ്റി. ഇതാണ് പ്രോബബിലിറ്റി. ഓക്കെ, സൈ സ്റ്റാർ സൈ ഡീറ്റോ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം, ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ സൈ സ്റ്റാർ സൈക്കാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്, സൈ സ്റ്റാർ സൈ. ഇനി ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള കേസാണ് അവർ ചോദിക്കുന്നത്. ഒരു ഫംഗ്ഷൻ മാക്സിമം ആയാൽ എന്താ സംഭവിക്കുക? ഒരു ഫംഗ്ഷൻ മാക്സിമം ആയാൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയി പോകും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് ഫൈൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് എവിടെയെങ്കിലും ചോദിച്ചാൽ, ഇവിടെ തന്നെയല്ല, എവിടെയെങ്കിലും മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നും ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ മിനിമം പ്രോബബിൾ വാല്യൂ അങ്ങനെയും ചോദിക്കാം. ഒരു ഫംഗ്ഷൻ മാക്സിമമോ മിനിമോ ആകുന്ന കേസ്, മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ ലീസ്റ്റ് പ്രോബബിൾ, ഈ രണ്ട് കേസിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാനിവിടെ വേരിയബിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുക ഫോർ what value of x the probability is maximum. ഇങ്ങനെയായിരിക്കും ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ മിനിമം, അങ്ങനെ രണ്ടും ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടെത്തണം. സൈ സ്റ്റാർ സൈ നിങ്ങൾക്ക് തരും. അതിനുശേഷം അതിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിന്റെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സിറ്റുവേഷൻ. നമുക്ക് പ്രോബ്ലം ചെയ്യാം, പേടിക്കണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വരുവാണ്. നമ്മൾ ഇന്ന് 4 സിസ്റ്റമാണ് നോക്കുക. ഒന്ന് ഹൈഡ്രജൻ ആറ്റം, പിന്നെ 1D ബോക്സ്, 2D ബോക്സ്, 3D ബോക്സ്. ആ 4 സിസ്റ്റമാണ് ഇന്ന് നോക്കുക. അതിന് മുമ്പ് ഒന്ന് തിരിച്ചു പോകാം. എക്സ്പെക്ടേഷൻ വാല്യൂ, പ്രോബബിലിറ്റി ഡെൻസിറ്റി, പിന്നെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ആകെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മാക്സിമം പ്രോബബിൾ വാല്യൂ. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിൽ നിന്നല്ല, ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന്. ബൈൻഡിങ് എനർജി മാക്സിമം ആകുന്ന എ വാല്യൂ ആണോ, അങ്ങനെ എന്തൊക്കെ ഒരു വാല്യൂ, ബൈൻഡിങ് എനർജി മാക്സിമം ആവുന്ന എ വാല്യൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ നല്ല പ്രോബബിലിറ്റി ഉള്ള ചോദ്യമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, ബൈൻഡിങ് എനർജി മാക്സിമം ആകുമ്പോൾ ഉള്ള എയ്ക്ക് വരെ എന്താ കൊടുക്കുക? കെ വാല്യൂ. ഏത് കെ വാല്യൂവിനാണ് ബൈൻഡിങ് എനർജി മാക്സിമം എന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കെ. ബൈൻഡിങ് എനർജീനെ കെ വെച്ച് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ചെയ്യണം, എന്നിട്ട് അത് 0 എന്ന് കൊടുക്കണം.
അതിൽ നിന്ന് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷനും, ഒരു ഫംഗ്ഷൻ ബൈൻഡിങ് എനർജി ആകാം, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി ആകാം, എന്തും ആകാം. ഒരു ഫംഗ്ഷൻ അതിന്റെ ഏത് വാല്യൂവിലാണ് മാക്സിമം ആവുന്നത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫംഗ്ഷൻ കിട്ടും, അത് എവിടെയാണെങ്കിലും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. വേവ് ഫംഗ്ഷൻ കാണാതെ പഠിക്കുക. ഞാൻ പെട്ടെന്ന് ഇവിടെ ഡെറിവേഷൻ ഒന്നും ഇല്ല, സിസ്റ്റം കുറച്ച് കാണാതെ പഠിക്കുക, അത്രേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റം. ഈ ഹൈഡ്രജൻ ആറ്റമേ 1D ആണോ? ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഒരു സ്പെരിക്കലാണ്. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഇത് സ്പെരിക്കൽ സിസ്റ്റത്തിലേ ചെയ്യാൻ പാടുള്ളൂ. സ്പെരിക്കൽ പോളാർ സിസ്റ്റം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ ആറ്റത്തിന്റെ ഒരു വ്യൂ എടുക്കുമ്പോൾ അതിനൊരു സ്പിയർ ആയിട്ടല്ലേ വ്യൂ ചെയ്യുന്നത്. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ പാടുള്ളൂ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഹൈഡ്രജൻ ആറ്റം ആകുമ്പം 3D ആണ്, 3D. അപ്പൊ നമ്മൾ സ്പെരിക്കൽ പോളാർ സിസ്റ്റം എടുക്കുമ്പോൾ അതിന്റെ വോളിയം എലമെന്റ് എടുക്കണം, ഡിട്ടോ അല്ലെങ്കിൽ DV, വോളിയം എലമെന്റ്. സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ വോളിയം എലമെന്റ് എന്ന് പറയുന്നത് r² sin θ. വോളിയം എലമെന്റ് എന്ന് പറയുന്നത് r² sin θ dr dθ dϕ. സ്പെരിക്കൽ പോളാർ സിസ്റ്റം ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ഇതാണ് ഇത് കാർട്ടീഷ്യൻ സിസ്റ്റം, XYZ. കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പെരിക്കൽ പോളാർ സിസ്റ്റം പറയുന്നത്. ഒറിജിൻ വേണം എന്തായാലും. ഇതാണ് നമ്മളുടെ സിസ്റ്റം. ഒറിജിനിൽ നിന്ന് നമ്മളുടെ സിസ്റ്റത്തിലേക്കുള്ള പോയിന്റ് ആണ് R. ഒറിജിനിൽ നിന്നാണ് R സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ്. സോ ആറിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ആറിന്റെ മിനിമം വാല്യൂ 0 ആയിരിക്കും. 0 R ഇൻഫിനിറ്റി വരെ പോകും. ഇനി എന്ത് ചെയ്യണം? ഇനി ഇസഡും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. തീറ്റയുടെ വാല്യൂ തീറ്റ 0 θ π വരെയാണ് തീറ്റയുടെ വാല്യൂ മാറുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. അതിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പം ഇതെന്ന് പറയുന്നത് R sin θ ആയിരിക്കും. ഏത്? ഈ ദൂരം R sin θ ആയിരിക്കും. ഈ R sin θയും എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. ഫൈ ചേഞ്ച് ചെയ്യുന്നത് 0 φ 2π. ഇതാണ് നമ്മളുടെ സ്പെരിക്കൽ പോളാർ സിസ്റ്റം. 3 വേരിയബിൾസ് ഉണ്ടാവും, R, θ, φ. 3 വേരിയബിൾസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് R, തീറ്റ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്, ഫൈ എന്ന് പറയുന്നത് അതിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നു. പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് R sin θ ആയിട്ട് മാറി, അത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ ആറ്റത്തിൽ വോളിയം എലമെന്റ് എടുക്കണം. വോളിയം എലമെന്റ് സ്പെരിക്കൽ പോളാർ സിസ്റ്റം ആയിരിക്കണം എടുക്കേണ്ടത്. r² sin θ dr dθ dϕ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കാണാതെ പഠിക്കണം. Psi equal to 1/√π a0, അല്ലെങ്കിൽ 1/√π a0³ വേണ്ട. Psi equal to a e⁻⁻r/a0. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വേവ് ഫംഗ്ഷൻ തന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നോർമലൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അതിനെ നോർമലൈസ് ചെയ്തോ? നോർമലൈസ് ചെയ്യും. നോർമലൈസ് ചെയ്യുമ്പോൾ ഈ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കിട്ടും. ആഷിക്ക് മൈക്കൊന്നും ഉണ്ടാകും. ആഷിക്ക്
നോർമലൈസ് ചെയ്യണം. പറഞ്ഞോ. സൈ സ്റ്റാർ ആ എഴുതുക. സൈ സ്റ്റാർ ഇക്വേഷൻ പറ. സൈ സ്റ്റാർ സൈ ഡീറ്റോ ഡീറ്റോ ഈക്വൽ ടു 1. ഇവിടെ ഡീറ്റോ എന്താ? ഇത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ആർ ഡി ഫൈ. സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. സൈ ഇവിടെ തന്നിട്ടുണ്ട്. സൈ സ്റ്റാറോ? അതന്നെ വരിക എ ഇ റൈസ് ടു മൈനസ് ആർ ബൈ എ നോട്ട്. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇന്റഗ്രൽ എ ഇ റൈസ് ടു മൈനസ് ആർ ബൈ എ നോട്ട് വീണ്ടും എ ഇ റൈസ്. ഓക്കെ, അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, ഇന്റഗ്രൽ എ ഇ റൈസ് ടു മൈനസ് ആർ ബൈ എ നോട്ട് എ ഇ റൈസ് ടു മൈനസ് ആർ ബൈ എ നോട്ട് ഡീറ്റോ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ഈക്വൽ ടു 1 കിട്ടണം. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല് നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. ഡി ആർ ഉണ്ട്, ഡി തീറ്റ ഉണ്ട്, ഡി ഫൈ ഉണ്ട്. ഇവിടെ ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ആണ്. പിന്നെ നമ്മളിവിടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കിട്ടാൻ വേണ്ടിയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഓൾ സ്പേസ് അല്ലേ? ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് എന്ന് നമ്മളുടെ സ്പേസ് മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ആറിന്റെ ലിമിറ്റ് എവിടം മുതൽ എവിടം വരെ വരും? 0 to infinity. തീറ്റയുടെ ലിമിറ്റോ? 0 to π. ഫൈയുടെയോ? 0 to 2π. എന്നാ ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആ എ സ്ക്വയർ ഞാൻ പുറത്തെടുക്കുന്നു. ഞാൻ ഇന്റഗ്രൽ ഞാൻ ടേംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 0 to ഇൻഫിനിറ്റി ആറിന്റെ ടേംസ് മുഴുവൻ ഒരുമിച്ച് എഴുതുവാണ്. ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 2r ബൈ എ നോട്ട് ഡി ആർ ഇൻറ്റു സൈൻ തീറ്റയുടെ ടേംസിനെ ഞാൻ ഒരുമിച്ച് എഴുതുവാണ്. 0 to π സൈൻ തീറ്റ ഡി തീറ്റ. ഫൈയുടെ ടേംസ് ഒരുമിച്ച് എഴുതുവാണ്. ഇന്റഗ്രൽ 0 to 2π ഡി ഫൈ. അതെ, ഈ കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ എക്സ്പോണൻഷ്യലേ ഇ റേസ് ടു മൈനസ് 2r സൈൻ തീറ്റ എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ വല്ലതും വന്നാലേ. അപ്പൊ നിങ്ങൾ ആറിനെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കണം, പിന്നെ തീറ്റ ചെയ്യണം, പിന്നെ ഫൈ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ പക്ഷെ ആറിന്റെ കൂടെ 6 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം, അത് കുഴപ്പമില്ല. ഓക്കെ, എ സ്ക്വയർ. ഈ ഇന്റഗ്രേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഇന്റഗ്രേഷൻ കണ്ടിട്ടുണ്ട്. ആഷിക്കെ, ഈ ഇന്റഗ്രേഷന്റെ റിസൾട്ട് എന്താ? ഓക്കെ, ആ ഇന്റഗ്രേഷൻ ഞാൻ എഴുതി തന്നു. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ടു ദ പവർ n e raised to minus ax dx which is equal to n factorial by a power n plus 1. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 2 factorial by a എന്ന് പറയുന്നത് 2 by a നോട്ട് ഹോൾ പവർ n plus 1. n plus 1 3. ഓക്കെ, ഇങ്ങനെയല്ലേ ആഷിഖ്? ഓക്കെ, ഇന്റഗ്രൽ സൈൻ തീറ്റ കോസ് തീറ്റ 0 to π കൊടുക്കുമ്പോൾ 2 എന്ന് വരും. ഡി ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് ഫൈ ആണ്. ഇന്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് ഫൈ ആണ്. ഫൈയുടെ ലിമിറ്റ് 0 to 2π കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ 2π എന്ന് കിട്ടും. ഓക്കെ, എ സ്ക്വയർ ഇൻറ്റു
എ സ്ക്വയർ ഇൻറ്റു അകത്ത് എന്ത് കിട്ടും? 2 ക്യൂബ് എന്ന് കിട്ടും അല്ലേ, ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2 ക്യൂബ് ഉണ്ട്. ആ എ നോട്ട് ക്യൂബ് മുകളിലേക്ക് കയറി വരും. എ നോട്ട് ക്യൂബ് ഈ 2 ക്യൂബും ഈ 2 ക്യൂബും കട്ട് ചെയ്ത് പോകും. വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പുറം 1 ഉണ്ട്. ദെൻ ഇതിൽ നിന്ന് എ എന്ത് കിട്ടും? എ സ്ക്വയർ ഈക്വൽ ടു 1 ബൈ പൈ എ നോട്ട് ക്യൂബ് എ ഈക്വൽ ടു 1 ബൈ റൂട്ട് പൈ എ നോട്ട് ക്യൂബ്. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. സോ നമുക്ക് ഫൈനലി ഹൈഡ്രജൻ ആറ്റത്തിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. സൈ ഈക്വൽ ടു 1 ബൈ റൂട്ട് പൈ എ നോട്ട് ക്യൂബ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എ നോട്ട്. ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റം. ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കട്ടോ, ഡെറിവേഷൻ കുറച്ച് പാടാം. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ആറ്റം കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടെത്തണ്ടേ? പ്രോബബിലിറ്റി കണ്ടെത്താം. ഇതില് എ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോർ റേഡിയസ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് ബോർ റേഡിയസ് ആണ് എ നോട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബോർ റേഡിയസ് ഓക്കെ. നിങ്ങളോടുള്ള ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി. Find the probability for 0 less than r less than a naught. അതായത് ഹൈഡ്രജൻ ആറ്റം അതിന്റെ 0 മുതൽ എ നോട്ട് വരെയുള്ള പ്രോബബിലിറ്റി കണ്ടെത്തണം. ഇവിടെ ആറിന്റെ വേരിയബിളിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീറ്റയ്ക്കും ഫൈക്കും വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ തീറ്റയുടെ വേരിയബിള് തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 0 to പൈ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 0 to 2 പൈ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതല്ലാതെ വരുവാണെങ്കിൽ നിങ്ങളോട് അവർ സെപ്പറേറ്റ് പറയും, പൈ എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളൂ എന്ന് അവർ പറയും. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ലിമിറ്റ് തന്നെ എടുക്കുക കേട്ടോ. തീറ്റയുടെ ലിമിറ്റ് 0 to പൈയും ഫൈയുടെ ലിമിറ്റ് 0 to 2 പൈ. ജനറൽ ലിമിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ചെയ്തോ. 0 മുതൽ എ നോട്ട് വരെയുള്ള പ്രോബിലിറ്റി കണ്ടെത്തണം. ആദ്യ മയക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. പ്രോബിലിറ്റി എങ്ങനെ കണ്ടെത്തുക? ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡീറ്റോ. ലിമിറ്റോ? നമുക്കിവിടെ 3 ലിമിറ്റ് ഉണ്ടാവും. ഡീറ്റോ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ആണ്. 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ. അതില് ആറിന്റെ ലിമിറ്റ് 0 മുതൽ എ നോട്ട് വരെ. 0 to pi, 0 to 2 pi. 0 to pi, 0 to 2 pi. ഓക്കെ. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നാ ചെയ്തോ. ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ ചോദിക്കാം, തന്നെ ചെയ്യാൻ. ഗോകുൽ മൈക്കൊന്നാണോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഹലോ. ഇല്ല സർ. ഓക്കെ. ഇല്ല സർ. ഹലോ. ഇല്ല. ചെയ്തോ തന്നെ ചെയ്തോ. സൈ സ്റ്റാർ സൈ.
ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ഞാൻ എഴുതി തന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് 0 to ഇൻഫിനിറ്റി ആണെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ഇതിനെ ഇവിടെ എങ്ങനെ ചെയ്യും എന്നുള്ള പ്രശ്നമാണ്. നിങ്ങളുടെ സൈഡിലെ ഒരു കാര്യം എഴുതണം. ഇവിടെ ഇന്റഗ്രൽ യു വി ആണ്. ഇന്റഗ്രൽ യു വി വിച്ച് ഈസ് ഈക്വൽ ടു യു ഇന്റഗ്രൽ വി മൈനസ് ഇന്റഗ്രൽ യു ഡാഷ് ഇന്റഗ്രൽ വി അല്ലേ? അങ്ങനെ അതിവിടെ ചെയ്യാൻ പോയാല് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു എളുപ്പമാർഗമുണ്ട്. ഇന്റഗ്രൽ യു വി ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഇന്റഗ്രൽ യു വി, ആ എളുപ്പമാർഗത്തിന് കുറച്ച് കണ്ടീഷൻസും ഉണ്ട്. ആദ്യത്തെ ടേമേ ട്രിക്ക് സൈഡിൽ എഴുതിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇന്റഗ്രൽ യു വി കുറെ കാണും. ആദ്യത്തെ ടേം സീറോയിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ക്യാൻ ബി ഡിഫറൻഷ്യബിൾ ടു സീറോ. ക്യാൻ ബി ഡിഫറൻഷ്യബിൾ ടു സീറോ. സീറോയിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ, അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ എന്താ? 2x. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 2 കിട്ടും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 0 കിട്ടും. ഇങ്ങനത്തെ ടേം ആയിരിക്കണം യു എന്ന് പറയുന്നത്. വി എന്തായാലും പ്രശ്നമില്ല, എന്തും ആവാം. ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, നമ്മൾ ഇപ്പൊ കണ്ട എക്സാമ്പിൾ തന്നെ എടുക്കാം. ആർ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2r/a0. ഇതല്ലേ നമ്മളിപ്പോ കണ്ടത്? അതെ. അതിൽ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സീറോയിലേക്ക് എത്തിക്കാൻ പറ്റും. ആർ സ്ക്വയറിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആർ സ്ക്വയർ എഴുതി. അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്താ? 2r. സെക്കൻഡ് ഡിഫറൻസിയേഷൻ എന്താ? 2. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത 0. ഇങ്ങനെ എഴുതുക. സെക്കൻഡ് ടൈം വി, അത് നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ഇ റേസ് ടു മൈനസ് 2r/a0. ഇതിനെ ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ? ഇ റേസ് ടു എ എക്സ് ബൈ എ അല്ലേ? സോ ഇതിന്റെ ഫസ്റ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2r/a0 ഡിവൈഡഡ് ബൈ മൈനസ് 2/a0 ആണ്. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇ റേസ് ടു മൈനസ് 2r/a0 ഡിവൈഡഡ് ബൈ മൈനസ് 2/a0ന്റെ സ്ക്വയർ വരും. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇ റേസ് ടു മൈനസ് 2r/a0. അപ്പൊ ഇവിടെ മൈനസ് 2/a0ന്റെ ക്യൂബ് വരും. ഓക്കെ, ഇനി നമ്മൾ എടുക്കേണ്ടത് ഈ രണ്ട് ടേമും ഒരുമിച്ച് എടുക്കുക, ഇത് രണ്ടും ഒരുമിച്ച് എടുക്കുക, ഇത് രണ്ടും ഒരുമിച്ച് എടുക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കുക. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കുക. ദെൻ നമ്മളുടെ ആൻസർ ആയി. ഇന്റഗ്രൽ ആർ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2r/a0ന്റെ ആൻസർ ആർ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2r/a0 ഡിവൈഡഡ് ബൈ മൈനസ് 2/a0. ഈ ടോട്ടൽ ടൈമിനെ പ്ലസ് ആണ് എടുക്കേണ്ടത്. അടുത്ത ടൈമിന് നമ്മൾ മൈനസ് ആണ് കൊടുക്കുന്നത്. മൈനസ് ഇ റേസ് ടു മൈനസ് 2r/a0 ഡിവൈഡഡ് ബൈ മൈനസ് 2/a0 ഹോൾ സ്ക്വയർ. അടുത്ത ടേമിന് നമ്മൾ പ്ലസ് ആണ് കൊടുക്കുന്നത്. പ്ലസ് ഇ റേസ് ടു മൈനസ് 2r/a0 മൈനസ് 2/a0 ഹോൾ ക്യൂബ്. ഇതാണ് അതിന്റെ ആൻസർ.
നമ്മളിപ്പോൾ കണ്ട ഇൻ്റഗ്രേഷൻ്റെ ആൻസറാണിത്. ഞാൻ അതിനെ ഒന്നുകൂടെ ഒരു വൃത്തിക്ക് എഴുതിയാൽ എ നോട്ടിനകത്തേക്ക് എടുത്തു. ഫസ്റ്റ് ടൈം മൈനസ് എ നോട്ട് ആർ സ്ക്വയർ ബൈ 2 ഇ റൈസ് ടു മൈനസ് 2r ബൈ എ നോട്ട്. സെക്കൻഡ് ടൈം മൈനസ് എ നോട്ട് സ്ക്വയർ, അല്ല ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, മൈനസ് 2 ബൈ എ നോട്ട് ഹോൾ ക്യൂബ്. അതെ, ഇത് രണ്ടും ഒരുമിച്ച് എടുക്കണം. ഫസ്റ്റ് ടൈമിൽ ഞാൻ എടുത്തു ആർ സ്ക്വയർ ഇൻറ്റു ഇത്. സെക്കൻഡ് ടൈമിൽ ഈ 2r ഞാൻ മിസ് ചെയ്തു. 2r ഇൻറ്റു ഇത്. തേർഡ് ടൈമിൽ 2 ഞാൻ മിസ് ചെയ്തു. ഇതാണ് ആൻസർ. ഇത് ക്ലിയർ ആണോ? ഡിഫറൻഷ്യൽ എഴുതുക, ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുക, ഡയഗണൽ എടുക്കുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കുക. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് എ നോട്ട് ബൈ 2 ആർ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2r ബൈ എ നോട്ട്. സെക്കൻഡ് ടൈം മൈനസ് 2r എ നോട്ട് സ്ക്വയർ ബൈ 2 ബൈ 4 ഇ റേസ് ടു മൈനസ് 2r ബൈ എ നോട്ട്. തേർഡ് ടൈം എ നോട്ട് ക്യൂബ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2r ബൈ എ നോട്ട്. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട്. കഴിഞ്ഞ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ഇതാണ്. ഇനി നമ്മൾ ഇതിൽ ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരിക? 0 ടു എ നോട്ട് വരെ. ആ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ഇ റേസ് ടു മൈനസ് 2 മൈനസ് 2 എ നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇ റേസ് ടു മൈനസ് 2 മൈനസ് 2 എ നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് 8 ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പോവും, സെക്കൻഡ് ടൈം 0 ആയി പോവും, തേർഡ് ടൈം 0 ആവില്ല, അതവിടെ ഉണ്ടാവും. മൈനസ് 2 എ നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ 8 അത്രേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ 3 ടേമിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം? മൈനസ് എ നോട്ട് ക്യൂബ് ഇ റൈസ് ടു മൈനസ് 2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. മൈനസ് 1/2 മൈനസ് 1/2 മൈനസ് 1/4 എന്ന് കിട്ടും. സെക്കൻഡ് ടൈം എനിക്ക് എന്ത് കിട്ടും? പ്ലസ് 2 എ നോട്ട് ക്യൂബ് ബൈ 8 എന്ന് കിട്ടും. ഇതിനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അതിനെ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്തിയാൽ മതി. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? എനിക്ക് തോന്നുന്നത് അപ്രോക്സിമേറ്റ്ലി 0.68 കിട്ടുമെന്നാണ്. അപ്രോക്സിമേറ്റ്ലി എനിക്ക് ഉറപ്പില്ല. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്തിയാൽ മതി. സംഭവം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇന്റഗ്രൽ യുവിനെ നമുക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് എളുപ്പം. ചില പ്രോബ്ലത്തിൽ ഇതാണ് എളുപ്പം, ചിലപ്പോൾ പാടായി വരും. പക്ഷെ എന്നാലും ഇത് എന്തായാലും ഓർക്കണേ. ഈ കിട്ടിയ ആൻസർ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആൻസർ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ചെയ്തോളില്ലേ? അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എനിക്ക് അയച്ചു തരണം കേട്ടോ. ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്. ഹൈഡ്രജൻ ആറ്റം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വന്നേക്കും. നമ്മൾ പ്രോബബിലിറ്റി കണ്ടെത്തി ഫോർ 0 ടു എ നോട്ട്. ഇത് നിങ്ങൾ ഇപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമോ? കാൽക്കുലേറ്റർ ഉപയോഗിക്കുക ആരെങ്കിലും ഇപ്പം? മൈനസ് എ നോട്ട് ക്യൂബ് ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു മൈനസ് 1/2 മൈനസ് 1/2
അല്ല, മൈനസ് ഞാൻ പുറത്തെടുത്തല്ലോ അല്ലേ, സോറി. ഇവിടെ പ്ലസ് വരിക. 5/4 പ്ലസ് 2a0 ക്യൂബ് ഡിവൈഡഡ് ബൈ 2a0 ക്യൂബ് ഡിവൈഡഡ് ബൈ 8. a0 ക്യൂബ് ഞാൻ പുറത്ത് 4 a0 ക്യൂബ് ഞാൻ പുറത്തെടുത്താൽ 1 a0 ക്യൂബ് ബൈ 4 പുറത്തെടുത്താൽ 1 മൈനസ് 5e−2 അകത്ത് വരും. നിങ്ങളുടെ ആൻസർ ഇങ്ങനെ വരും: 4/a0 ക്യൂബ് ഇൻറ്റു a0 ക്യൂബ് ബൈ 4 ഇൻറ്റു 1 മൈനസ് 5e−2 എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്ത് 1 മൈനസ് 5/e². ഇതിന്റെ വാല്യൂ ആർക്കെങ്കിലും കിട്ടിയോ? 0.38 ആണോ? ഓക്കെ. 32. ഓക്കെ. 0.32 ആണ്. അങ്ങനെ തോന്നുന്നു. അതിന്റെ ചെക്ക് ചെയ്യട്ടെ. 0.32. പോയിന്റ് 0.36. ഓക്കെ, 0.32 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന 0.36 എന്നാണ്. ആ റേഞ്ചിൽ എവിടെയോ ഒരു വാല്യൂ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു അല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കാണാതെ പഠിക്കുക. പ്രോബബിലിറ്റി ഹോംവർക്ക് തരാം. ഹൈഡ്രജൻ ആറ്റം. ഫൈൻഡ് expectation r square, expectation 1/r, expectation 1/r square. ഇത് എത്ര ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. പാർട്ടിക്കിൾ ഇൻ എ 1D ബോക്സ്. എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടെത്തുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടെത്താൻ ഇന്റഗ്രൽ സൈ സ്റ്റാർ ആർ സൈ ഡി ടോ, ആറിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ. ലിമിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ലിമിറ്റ് തന്നെ. അപ്പൊ ഇവിടെ സിസ്റ്റത്തിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 0 to infinity എന്ന് പറഞ്ഞാൽ, ആറിന്റെ ലിമിറ്റ് 0 to infinity എന്ന് പറഞ്ഞാൽ ഹോൾ സ്പേസ് ആണ്. അവിടെ സിസ്റ്റത്തിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് സിസ്റ്റത്തിന്റെ ലിമിറ്റ് തരും. ഒരു മിനിറ്റ്. അല്ല, ഇവിടെ സിസ്റ്റത്തിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാലേ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകും. ആറിന്റെ ലിമിറ്റ്. സിസ്റ്റത്തിന്റെ ലിമിറ്റ് ഹോൾ സ്പേസ് തന്നെയാണ്. ഓക്കെ, നമ്മള് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷെല്ലിന്റെ നമ്പർ n=1. നമുക്കത് ഇഷ്ടം പോലെ കൊടുക്കാലോ. 1 മാത്രമല്ലല്ലോ, അത് 1 to infinity വരെ പോകും ഷെൽ നമ്പർ. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറിന്റെ ലിമിറ്റ് 0 to infinity വരെ പോകും. സിസ്റ്റത്തിന്റെ ലിമിറ്റ് 0 to infinity തന്നെയാണ്. തീറ്റയുടെ ലിമിറ്റ് 0 to π, ഫൈയുടെ ലിമിറ്റ് 0 to 2π. ഓക്കെ, ദെൻ ഇത് കണ്ടെത്തിയാൽ മതി. ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നമ്മളിവിടെ 0 to infinity കൊടുത്തത്, നമുക്കിവിടെ കൊടുക്കേണ്ടത് സിസ്റ്റത്തിന്റെ ലിമിറ്റ് ആണ്. സിസ്റ്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ, പ്രോബബിലിറ്റി കണ്ടെത്തുമ്പോഴും നമ്മൾ സിസ്റ്റത്തിന്റെ ലിമിറ്റ്, പ്രോബബിലിറ്റി അല്ല, നോർമലൈസേഷൻ കണ്ടീഷനിലാണ് നമ്മൾ എഴുതിയത്. ഇന്റഗ്രൽ ഓൾ സ്പേസ് എന്ന് നമ്മൾ എഴുതിയത് നോർമലൈസേഷൻ കണ്ടീഷനിലാണ്. നമ്മൾ ഇന്റഗ്രൽ ഓൾ സ്പേസ് എന്ന് എഴുതിയാലും ശരിക്കും അവിടെ നമ്മൾ കൊടുത്തത് സിസ്റ്റത്തിന്റെ ലിമിറ്റ് തന്നെയല്ലേ കൊടുത്തത്. സിസ്റ്റത്തിന്റെ ലിമിറ്റേ കൊടുക്കാൻ പറ്റും, കാരണം സിസ്റ്റത്തിന്റെ വെളിയിൽ വേവ് ഫംഗ്ഷൻ 0 ആണ്. അപ്പൊ അവിടെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇന്റഗ്രൽ ഓൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിന്റെ ലിമിറ്റാ കൊടുക്കുക.
പിന്നെ ഇവിടെ പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആറിന്റെ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇത് ഏത് ആറ്റം ആണെങ്കിലും അതിന്റെ ആറിന്റെ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഷെൽ നമ്പർ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാലോ, n2 ഇൻഫിനിറ്റി വരെ പോകാം. ഓക്കെ, 1D ബോക്സ്. സാർ ചോദിച്ചോ. ഇതിൽ നമുക്ക് 6 മാറ്റി സ്റ്റാർ സൈൻ എഴുതാൻ പറ്റും ഇവിടെ നേരത്തെ പറഞ്ഞ 6 മാറ്റാം എന്ന് പറഞ്ഞാൽ അതൊരു പൊസിഷൻ ആണ്. നമുക്ക് പൊസിഷൻ ആയതുകൊണ്ട് മാറ്റാം. മാറ്റിയത് കൊണ്ട് ഗുണം എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ എഴുതാട്ടോ. ഓക്കെ ഓക്കെ, ഗുണം ഉണ്ടാവും. കാരണം നമുക്ക് നമ്മളുടെ റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. r ഇൻറ്റു എക്സ് ഇ റേസ്റ്റ് മൈനസ് എ എക്സ് ബി. ആ റിലേഷൻ ഇവിടെ ഉപയോഗിക്കാം. ഗുണമുണ്ട്. ഓക്കെ, മൊമെന്റവും എനർജിയും വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ആംഗുലർ മൊമെന്റവും മാറ്റാൻ പറ്റില്ല. ഓക്കെ, ബാക്കി എന്തായാലും പൊസിഷൻ മാറ്റാം. എക്സ്, വൈ, ഇസഡ്, ആറ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് മാറ്റാം. തീറ്റ മാറ്റാം. അങ്ങനെ പൊസിഷൻ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. മൊമെന്റം മാറ്റാൻ പറ്റില്ല, കാരണം നമ്മൾ അതിനെ ഓപ്പറേറ്റർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. -IH ക്രോസ് ഡെൽ എന്ന് എഴുതാൻ പറ്റും. ഈ ഡെല്ല് കയറി നമ്മുടെ സൈനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ കേസ്. ഓക്കെ, 1D ബോക്സ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ ഹോംവർക്ക് തന്നതിൽ നിങ്ങൾ വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ പി എന്നും കൂടെ എടുത്തോട്ടോ. ഈ എക്സ്പെക്ടേഷൻ പിയുടെ വാല്യൂ 0 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിപ്പോ പറയുന്നില്ല. നിങ്ങൾ എക്സ്പെക്ടേഷൻ പി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്ക്. കണ്ടുപിടിക്കാം. അല്ല, എക്സ്പെക്ടേഷൻ പി ചെയ്താൽ പ്രശ്നം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല്, താല്പര്യമുള്ളവർ ചെയ്തോട്ടോ എക്സ്പെക്ടേഷൻ പി. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാലേ, നമ്മൾ ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്പെരിക്കൽ പോളാർ ആണ്. അപ്പൊ മൊമെന്റം എന്ന് പറയുന്ന ഓപ്പറേറ്റർ -IH ക്രോസ് ഡെൽ. ഈ ഡെല്ല് നമ്മൾ സ്പെരിക്കൽ സിസ്റ്റത്തിൽ എഴുതണം. അതിനുശേഷം ആക്ട് ചെയ്യിപ്പിക്കണം. സൈ സ്റ്റാർ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എഴുതാം. നിങ്ങൾ ചെയ്തു നോക്കിക്കോ. കാരണം വേണമെങ്കിൽ ചോദിക്കാലോ മൊമെന്റം. പക്ഷെ ഈ മൊമെന്റം 0 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഈ മൊമെന്റം 0 ആണ്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്റഗ്രൽ സൈ സ്റ്റാർ മൊമെന്റം സൈ ഡീട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് മൊമെന്റത്തിനെ പുറത്തേക്ക് മാറ്റാൻ പറ്റില്ല. സൈ സ്റ്റാർ -IH ക്രോസ് ഡെൽ സൈ ഡീട്ടോ. ഈ -IH ക്രോസ് കോൺസ്റ്റന്റ്, അതിനെ പുറത്തെടുക്കാം. -IH ക്രോസ് ഇന്റഗ്രൽ സൈ സ്റ്റാർ ഡെൽ സൈ ഡീട്ടോ. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആറ്റം സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഈ ഡെൽ എന്ന് പറയുന്ന ഡെൽ ഓപ്പറേറ്റർ സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ ഡെൽ ഓപ്പറേറ്റർ എങ്ങനെ ഇരിക്കും? സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ ഡെൽ ഓപ്പറേറ്റർ എങ്ങനെ ഇരിക്കും? ഡെല്ല് r cap divided by 1 ഡോ ബൈ ഡോ ആർ. ആക്ച്വലി ഇവിടെ ഡയറക്ഷന്റെ ആവശ്യമില്ല, എന്നാലും കുഴപ്പമില്ല, കിടത്തോട്ടെ. ഡയറക്ഷന്റെ ആവശ്യമില്ല. ഡോ ബൈ ഡോ ആർ പ്ലസ് 1/r ഡോ ബൈ ഡോ തീറ്റ പ്ലസ് 1/r സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ആർ ക്യാപ്പ് ഞാൻ എന്തിന് കളയും? നമുക്ക് തോന്നിയ പോലെ കളയാൻ പറ്റില്ലല്ലോ. അത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് ഡെൽ ഓപ്പറേറ്റർ. 3 ഡയമെൻഷൻ. ഹൈഡ്രജൻ ആറ്റം ഒരു 3D ആണ്. അപ്പൊ ഇതിനെ ചെയ്യേണ്ടി വരും. നമ്മൾ ഇത്രയും നേരം കണ്ടത് 1D കേസായിരുന്നു.
ഇത്ര നേരമായിട്ട് ഒന്നും കണ്ടില്ല. പക്ഷെ ഞാൻ സാധാരണ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരുന്നത് 1D കേസിലാണ്. അപ്പൊ നമ്മൾ ഡോ ബൈ ഡോ എക്സ് എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മൊമെന്റം ഓപ്പറേറ്ററിനെ ആദ്യം -IH× ഡോ ബൈ ഡോ എക്സ് എന്ന് എഴുതിയത്. ഇത് 1 ഡയമെൻഷണൽ കേസിലെ എക്സിന്റെ ഓപ്പറേറ്റർ ആണ്. എക്സ് ഡെല്ലാണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ ഡെൽ ഇങ്ങനെ മാറും. ഇതിനെ നിങ്ങൾ സൈയിലേക്ക് ആക്ട് ചെയ്യിപ്പിക്കണം. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് ചെയ്യാൻ നല്ല പാടാണെന്ന് ചോദിച്ചാൽ ഈ ആർ ക്യാപ്പ് ഒക്കെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ചെക്ക് ചെയ്യേണ്ടി വരും. ഡയറക്ഷൻ ആർ ക്യാപ്പ്, തീറ്റ ക്യാപ്പ്, ഫൈ ക്യാപ്പ്. ഓക്കെ, എന്തായാലും ഇത്രയും നാള് ഇങ്ങനത്തെ ഒരു സാധനം ചോദിച്ചിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ നോക്കട്ടെ ഇതെന്താ സംഭവിക്കാന്ന് നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഡെൽസൈ ചെയ്യണം. ഹൈഡ്രജൻ ആറ്റത്തിന് ഞാൻ ചെയ്തു തരാം, കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു പ്രോബ്ലമാണ്. വേണമെങ്കിൽ ചോദിച്ചാലോ? ബാക്കിയുള്ളതൊക്കെ ചോദിച്ചു മടുത്തിട്ട് ഇത് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു കേസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യണം. പിന്നെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ 0 ആണ്. പക്ഷെ p² വേണമെങ്കിൽ ചോദിക്കാം. p² 0 അല്ല. ഓക്കെ, ഞാൻ നോക്കാട്ടോ. നോക്കിയിട്ട് പറഞ്ഞു തരാം. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായില്ല. ഹൈഡ്രജൻ ആറ്റത്തിലെ മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ 0 ആണെന്ന് അറിയാം. പക്ഷെ അത് നമുക്ക് വേറൊരു രീതിയിൽ കണ്ടെത്താൻ പറ്റും. ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം, വേറെ എവിടെയെങ്കിലും ആവശ്യം വന്നാലേ. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഹോംവർക്ക് ആയിട്ട്. എക്സ്പെക്ടേഷൻ R² 1/r 1/r². ഇനി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങളോട് ഇപ്പം ഈ ഹൈഡ്രജൻ ആറ്റോ 1D ബോക്സോ അതൊന്നും അല്ലാത്തൊരു പുതിയൊരു വേവ് ഫംഗ്ഷൻ ചോദിച്ചിട്ട് മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഈ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഇന്റഗ്രൽ സൈ സ്റ്റാർ മൊമെന്റം സൈ ഡിട്ടോ. ഇതാണ് എക്സ്പെക്ടേഷൻ കണ്ടെത്താനുള്ളത്. അപ്പൊ മൊമെന്റത്തിന് നമ്മൾ അവിടെ -IH× ഡെൽ എന്ന് കൊടുക്കണം. 1D കേസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഡെൽ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോ ബൈ ഡോ വൈ ആയിരിക്കും, അല്ലെങ്കിൽ ഡോ ബൈ ഡോ ഇസഡ് ആയിരിക്കും. 1D കേസ് മാത്രം പറഞ്ഞാൽ പോരാ. 1D കേസും ആവണം, കാർട്ടീഷ്യനും ആകണം. 1D കേസും കാർട്ടീഷ്യനും ആകണം. സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിൽ 1D കേസ് ആണെങ്കിൽ മിക്കവാറും ഡോ ബൈ ഡോ ആർ ആയിരിക്കും. അതിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇതറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ മനസ്സിലായല്ലോ. ഈ ഡെൽ ഓപ്പറേറ്ററിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇനി നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റം അല്ലാതെ വേറെ എന്ത് വന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡെല്ലിനെ കുറിച്ച് പ്രത്യേകം നോക്കണം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം ഞാൻ സോൾവ് ചെയ്യാം. അപ്പൊ ഇത് 3-4 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. R² 1/r 1/r². ഓക്കെ, 1D ബോക്സ് വേവ് ഫംഗ്ഷൻ കാണാതെ തന്നെ പഠിക്കുക. 1D ബോക്സ് വേവ് ഫംഗ്ഷൻ നമ്മൾ നോർമലൈസ് ചെയ്ത് കണ്ടെത്തിയതാണ്. √2/l sin nπx/l. ഇതാണ് വേവ് ഫംഗ്ഷൻ. ഇതിന്റെ എനർജി, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഞാൻ പറഞ്ഞില്ല, അത് പറയാം. അത് നമ്മൾ വീണ്ടും കാണും. ഹൈഡ്രജൻ ആറ്റം നമ്മൾ ഇനിയും കാണും, അപ്പോൾ പറയാം. 1D ബോക്സിന്റെ എനർജി എന്ന് പറയുന്നത് n² π² h² 2ml² ആണ്. ഇതാണ് 1D ബോക്സിന്റെ എനർജി. ഇതും കാണാതെ പഠിക്കുക. n² π² h² 2ml². ഈ ബോക്സ്, ഈ 1 ഡയമെൻഷണൽ ബോക്സിനെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ബോക്സിന്റെ ലെങ്ത് 0 x l എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബോക്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബോക്സ്, ആ ബോക്സിൽ വേവ് ഫംഗ്ഷൻ ഇതാണ്, എനർജി ഇതാണ്. ഈ കണ്ടീഷൻ മാറിയാൽ
മാറ്റങ്ങൾ സംഭവിക്കും. കണ്ടീഷൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2l ആണെങ്കിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. എല്ലിന് പകരം 2l കൊടുത്താൽ മതി. √2/2l സൈൻ n പൈ എക്സ് ബൈ 2l. എനർജി എന്ന് പറയുന്നത് n² പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു 2l ഹോൾ സ്ക്വയർ. വേറെ മാറ്റങ്ങൾ അങ്ങനെ കാര്യമായിട്ട് സംഭവിക്കില്ല. ഇനി ഒരു മാറ്റം കൂടെ ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പറയില്ല, പിന്നെ പറഞ്ഞുതരും. അതായത് ആ മാറ്റം എന്ന് പറഞ്ഞാലേ നമ്മൾ ബോക്സിനെ രണ്ടായിട്ട് തിരിക്കും. സിമെട്രിക്, അൺസിമെട്രിക്. സിമെട്രിക് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, -l/2 മുതൽ l/2 വരെ. അതായത് ഒറിജിനൽ സിമെട്രി ഉണ്ടാവും, അപ്പുറം നോക്കിയാലും ഇപ്പുറം നോക്കിയാലും ഒരേപോലെ. അൺസിമെട്രിക് ബോക്സ് നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്ന ബോക്സ് 0 to l. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുക. അതായത് ഒറിജിനലിൽ നിന്ന് നോക്കുമ്പം സിമെട്രി ഇല്ല, ഇവിടെ ബോക്സ് ഉണ്ട്, ഇവിടെ ബോക്സ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ലെങ്തിനാണ് ഷിഫ്റ്റ് സംഭവിക്കുന്നതെങ്കിൽ ഈ l മാറ്റിയാൽ മതി. ഫോർ എക്സാമ്പിൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3l ആണെങ്കിൽ എന്ത് സംഭവിക്കും? √2/3l സൈൻ n പൈ എക്സ് ബൈ 3l n² പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ബൈ 3l ഹോൾ സ്ക്വയർ. അത്രേ സംഭവിക്കുള്ളൂ ലെങ്ത് മാറ്റിയാൽ. പക്ഷെ അൺസിമെട്രിക്കിലും സിമെട്രിക്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് കാണാതെ പിടിക്കുക. പാർട്ടിക്കിൾ ഇൻ എ 1D ബോക്സ്. ഓക്കെ, ഞാൻ ഹോംവർക്ക് തരാം. ഹോംവർക്ക് ഇതാണ്. ഹോംവർക്ക് എന്താ തരിക? ഹോംവർക്ക് അല്ല, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് finding the particle. Find the probability of finding the particle from 0 less than അത് വേണ്ട from 3l/4 സോറി അല്ല l/4 to 3l/4. l/4 to 3l/4. അതായത് ഇന്റഗ്രലിന്റെ ലിമിറ്റ് l/4 to 3l/4. ഓക്കെ, ഇവിടെ നമ്മുടെ ആ ട്രിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ആ സൈൻ സ്ക്വയറിന്റെ ട്രിക്ക്, ലിമിറ്റ് ഇങ്ങനെയാ തന്നേക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ എക്സ്. മൂന്നാമത്തത് ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ px. 3 ഹോംവർക്ക്. ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? ഇതില് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ അറിയാലോ. ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ, ഇവിടെ ഡിടോയ്ക്ക് വരും dx വരും, 1 ഡയമെൻഷൻ കേസാണ്. ലിമിറ്റ് ഇത് കൊടുക്കുക. എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം, എക്സ്പെക്ടേഷൻ px കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. ചോദിച്ചോ. അല്ല, നമ്മുടെ മറ്റേ ഇതിനെന്താ എത്ര കുഴപ്പം? നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയാ പോരെ TR? എവിടെയാ മനസ്സിലായില്ല? നമ്മൾ സാർ പറഞ്ഞത് 3 ഡയമെൻഷനിൽ ഡെൽ ഓപ്പറേറ്റർ എടുക്കുന്നത്. 3 ഡയമെൻഷനിലെ കൊടുത്ത അതല്ല, കൊടുത്തു നോക്കിയോ? കൊടുത്തു നോക്കി. ഓക്കെ, നോക്കാം. അല്ല, ഞാൻ വെറുതെ നോക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയാൻ ചോദിച്ചതാ. അല്ല, പക്ഷെ ഇത് 0 ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കൺഫർമേഷൻ പറ്റില്ല. അപ്പം എവിടെയാ 0 വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ.
പക്ഷെ ഓക്കെ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ചിന്തിക്കണം. ഞാൻ ഇത്രയും നാൾ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. സംഭവം ഡെൽ ഓപ്പറേറ്റർ ആണ്, പക്ഷെ ആ യൂണിറ്റ് നമ്മൾ കൊടുക്കോ ഇല്ലയോ എന്നുള്ള, യൂണിറ്റ് എവിടെ പോയി എന്നുള്ളതാണ് എനിക്ക് കൺഫ്യൂഷൻ. കാരണം മീൻസ് ക്യാപ്പ് സാധനങ്ങളാണ്. ആ നമ്മൾ മൊമെന്റത്തിന്റെ ഓപ്പറേറ്ററിനെ -i(h)× ഡോ ബൈ ഡോ എക്സ് എന്നാണ് 1D കേസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ 3D 2D 3D ആവുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കണം. വെറുതെ ഇരിക്കേണ്ടി വരും സാറിന്. അല്ല ചുമ്മാ നോക്കാം. നല്ലതാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. കാരണം ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് i ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ്പ് ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ്പ് ഡോ ബൈ ഡോ ഇസഡ് ആണ്. ഇതാണ് ഡെൽ ഓപ്പറേറ്റർ ഇൻ 3D കേസ്. ഈ യൂണിറ്റ് വെക്ടറിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ക്യാപ്പിന്റെ ഇതിന്റെ ഇപ്പം ഞാനിപ്പോ പറയുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലാണ്. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ ഇതിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം മൊമെന്റ് ഓപ്പറേറ്ററിന് ഇങ്ങനെ ഇത്രേ കാണിക്കാറുള്ളൂ. സാധാരണ പുസ്തകത്തിൽ ഇത്രേ ഉള്ളൂ. മൊമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ i(h)× ഡെൽ തന്നെയാണ്. അപ്പൊ 3D കേസിലെ മൊമെന്റ് ഓപ്പറേറ്റർ എന്താണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ പിന്നെ ഇതിനെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുമായിരിക്കും. അപ്പൊ പിന്നെ അതിനെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായ ഒരു പക്ഷെ ചിലപ്പോ എനിക്ക് സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ ഡെല്ല് ചെയ്യായിരിക്കും. അതെവിടെ പോയിന്ന് എനിക്ക് അറിയില്ല. അത് നോക്കണം, ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഫേസ് വെലോസിറ്റിയുടെ കാര്യം നോക്കിയിട്ടോ. അത് പറഞ്ഞത് മീൻസ് ഫേസ് വെലോസിറ്റി ലൈറ്റിനേക്കാൾ സ്പീഡിലാവാൻ പറ്റും, കാരണം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് തന്നെ പാർട്ടിക്കുലർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ വെലോസിറ്റി ലൈറ്റിനേക്കാൾ കൂടണം. ലൈറ്റിനെക്കാട്ടും കൂടല്ലേ? ഫേസ് വെലോസിറ്റിക്ക് കൂടാം. അശ്വിന, ആര്യ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ആര്യ ഉറങ്ങിയോ?